തൃക്കടിക്കാപ്പള്ളി ഓണാഘോഷ പരിപാടികളുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ഓണക്വിസ് മത്സരവും വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരവും നടന്നു. രാവിലെ 9-ന് KB സുപ്രൻ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു. വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരത്തിലെ ഉഷ നാരായണൻ പണ്ടച്ചുപറമ്പിൽ, പ്രസാദ് കുറശ്ശേരി, ലക്ഷ്മി സുജിത്ത്, അജയ് ഘോഷ് തേവാലിൽ, അഞ്ജന മധുസൂദനൻ, അശ്വിൻ മധുസൂദനൻ, ഷിബു പന്നച്ചുപറമ്പിൽ തുടങ്ങിയവർ തിരികൊളുത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. വാർഡ് മെമ്പർമാരായ സൂരജ്, രാജേഷ് എന്നിവർ സമ്മാനദാനം നടത്തി. പ്രിയപ്പെട്ടവരെ, എന്താണ് എല്ലാവരും ഒരു അനക്കൂല്ലാതിരിക്കണേ? പ്രിയപ്പെട്ടവരെ, ഒരു നല്ല കൈയടി തരും എനിക്ക്. ശരിക്കും പറഞ്ഞ ശരിക്കും പറഞ്ഞാലേ ഞാനിവിടെ വന്നിട്ട് അന്തം വിട്ട് നിൽക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തൊട്ടടുത്ത നെഹ്റു ട്രോഫി 28-ാം തീയതി ഞാൻ തിരുവനാങ്കുന്നില് ഇതേപോലെ ഒരു കൈകൊട്ടിക്കളി, പ്രൊഫഷണൽ കൈകൊട്ടിക്കളി നമ്മുടെ ബ്രദേഴ്സ് തിരുവനാങ്കുന്നിന്റെ പ്രിയപ്പെട്ടവർ നടത്തിയപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് ചെല്ലാനിടയായി. അപ്പോ ആ പരിപാടിയിൽ പങ്കെടുക്കാനിടയായി. ഈ സമയത്ത് അനുഭവപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാല് വല്ലാത്ത അതിശയകരമായൊരു രൂപവും ഭാവവുമാണ് കൈകൊട്ടിക്കളിക്ക് ഉണ്ടായത് എന്ന് ആ പരിപാടി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. തൊട്ടടുത്ത ദിവസം നമ്മുടെ പ്രിയപ്പെട്ട തൃക്കടക്കാപ്പള്ളി ക്ഷേത്രത്തിന്റെ ഈ മൈതാനിയിൽ ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടകര് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വീണ്ടും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പോഴും സത്യം പറഞ്ഞ എന്തായാലും അവിടുത്തെ പോലെ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ഒന്നും കൂടി ഞെട്ടിച്ചിരിക്കുക. കാരണം പണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജില്ലാ സമ്മേളനത്തിന് ആസ്മാബി കോളേജിന്റെ ഗ്രൗണ്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ ജില്ലാ കമ്മിറ്റി കൂടി ഇരിക്കേണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ ഫുട്ബോൾ മാച്ചൊക്കെ സംഘടിപ്പിച്ചിട്ട് അവര് ആലോചിക്കുക ഇതിന്റെ കമന്ററി ആരെ കൊണ്ട് പറയിപ്പിക്കും. അതിനെന്താ നമ്മുടെ ഭദ്രനില്ലേ, ഭദ്രൻ വടക്കുംപുറം വള്ളംകളിയുടെ കമന്ററി ഒക്കെ പറയുന്ന ആളാ, അയാളെ ഒന്ന് വിളിച്ചു ചോദിക്കാം ഫുട്ബോളിന്റെ പറയുമെന്ന്. അപ്പോ ഞാൻ എന്നോട് വിളിച്ചു ചോദിച്ചു, ഭദ്രൻ നീ വള്ളംകളിയുടെ മാത്രമാണോ പറയുന്നത്? അല്ല, ഞങ്ങളുടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട്, അതിന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫുട്ബോൾ ടൂർണമെന്റ് അല്ലേ, കുഴപ്പമില്ല, പിള്ളേരുടെ ഇരിക്കുമല്ലോ. ഞാൻ അഴീക്കോട് കോളേജ് ഗ്രൗണ്ടില് ഫുട്ബോളിന്റെ കമന്ററിക്ക് വേണ്ടി ചെന്നപ്പോ എന്താണ് സംഭവം എന്നറിയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇന്നസെന്റ് വേദിയിലുണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ടൈസൺ മാസ്റ്റർ, അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് കുഴപ്പമില്ല, അതും കമന്ററി ആയിട്ട് വലിയ കുഴപ്പമില്ലല്ലോ. ഇത് കഴിഞ്ഞപ്പോ 2 AC ബസ് ഇങ്ങോട്ട് വന്ന് നിൽക്കുക. നോക്കിയപ്പോ IM വിജയൻ, ജോപ്പോൾ അഞ്ചേരി ഇവരൊക്കെ വന്നിറങ്ങുക. അതോടുകൂടി എന്റെ പേടി തീർന്നു, കിളി പോയി. ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസങ്ങളാണ് വന്ന് ഫുട്ബോൾ മാച്ച് നടത്തുന്നത്. ഞാൻ ഇവരെ കുറിച്ച് എന്ത് കമന്ററി പറഞ്ഞാൽ എങ്ങനെ അവസാനിക്കും എന്നുള്ളൊരവസ്ഥയിലായി. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വള്ളംകളികളിലൊക്കെ ക്യാമറാമാൻമാരായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടൻ, പിന്നെ പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കള്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജഡ്ജസ് ഒക്കെ ബിരുദാനന്തര ബിരുദം വരെ എടുത്ത ആളുകളാണ്. അപ്പോ തീർച്ചയായിട്ടും ഇവിടെ കിളി പോകുമോ എന്ന് തോന്നി. പക്ഷെ കിളി പോവുകയല്ല ചെയ്തത്, അതിശയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ പ്രിയപ്പെട്ടവരെ, പണ്ട് നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒരു കൈകൊട്ടിക്കളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക ഒരു വട്ടക്കളി അല്ലേ? പണ്ട് കാരണന്മാരൊക്കെ നിന്റെ സാക്ഷാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് കൈവീശിക്കളിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ കേട്ടിരിക്കുന്ന കൂട്ടരെ നിങ്ങൾ കേറ്റുപാടാനൊക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വട്ടക്കളി, മുച്ചോട്ട് കളിയൊക്കെയാണ്. പക്ഷെ ഇവിടെ തിരുവനാങ്കുന്നില് പരിപാടി കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി തന്നെ മാറിപ്പോയി. കാരണം കുട്ടികള് ചോട് വെച്ച് കളിക്കുന്നതും പാട്ടുകളും അത്തരത്തില്ല. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരിൽ വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ഒന്നു ദാരികച്ചോരയിൽ നീരാട് എന്നൊക്കെ പറഞ്ഞിട്ട്
പാടി വരുന്ന പാട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രുദ്ര സാക്ഷാൽ പാർവതി ദേവി മുടിയടിച്ചിട്ട് ഇങ്ങനെ ആ തിളങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും ആ കുട്ടികൾ ചൂട് വെച്ച് കളിക്കുമ്പോൾ. അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പൊ അതിന് 15 മിനിറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ടീമിനും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, പ്രഗത്ഭരായ ജഡ്ജസാണ്, അവരിവിടെ എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ജഡ്ജസായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിഷ്ണുപ്രിയ CJ, MA ഭരതനാട്യം. പറഞ്ഞപ്പോ പെട്ടെന്ന് കഴിഞ്ഞു. വിഷ്ണുപ്രിയ PJ, MA ഭരതനാട്യം. MA ഭരതനാട്യം അതായത് SSLC കഴിയണം, +2 കഴിയണം, പിന്നെ BA കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം MAക്ക് പോകാൻ. അപ്പൊ ഏതാണ്ട് ഒരു 10-20 വർഷമൊക്കെ കലാരംഗത്ത് ഭരതനാട്യം ഉൾപ്പെടെയുള്ള നൃത്ത കാര്യങ്ങളൊക്കെ പഠിച്ച് തഴക്കവും വഴക്കവും വന്ന ഒരു അനക്കം വ്യത്യാസം വന്നാൽ ആ കുട്ടിക്ക് അറിയാൻ പറ്റും അത് ഫൗളായി, കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ. അത്തരത്തിലുള്ള വിഷ്ണുപ്രിയ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാലടിയിലെ ബിരുദമെടുത്ത കുട്ടി, കൂടാതെ നമ്മുടെ ഗുരുകുലം അക്കാഡമി ഓഫ് ആർട്ടിന്റെ ഒരു സ്കൂള്, ഡാൻസ് സ്കൂള് നടത്തുന്ന നല്ല ടീച്ചർ. അതാണ് നമ്മുടെ ജഡ്ജസ് ഒരെണ്ണം. ഇത് കൂടാതെ ദാസൻ നെടുങ്ങാട്. പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് TV ഷോയിലേക്ക് ഓണംകളി പരിപാടികളിലൊക്കെ ശ്രദ്ധേയമായ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരിക്കും. ദാസൻ നെടുങ്ങാട് ഏകദേശം 40-50 വർഷത്തോളമായിട്ട് ഓണക്കളി എന്താണ് എന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ വട്ടക്കളി ഇല്ലേ, ആ സമയത്തെ ഓണക്കളി മുതൽ ഇന്നത്തെ ഈ ആധുനിക രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ഓണക്കളിയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുള്ള അവസ്ഥയിലെ ഓണക്കളി വരെ പഠിപ്പിച്ച് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള 10-300-ൽ പരം ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ടീമുകളുമുള്ള വളരെയധികം പ്രായോഗിക തലത്തിൽ ഓണക്കളിയെ എങ്ങനെ പഠിപ്പിക്കാം, കൈകൊട്ടിക്കളിയെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് ഏതാണ്ട് പ്രായോഗികമായി ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അതിന്റെ അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന ദാസൻ നെടുങ്ങാട്. അതോടൊപ്പം തന്നെ ഭാഗ്യനാഥൻ. ഈ ദാസൻ നെടുങ്ങാടിന്റെ തന്നെ അനുയായിയായി വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഭാഗ്യനാഥ് നെടുങ്ങാട് ഏകദേശം 10-30 വർഷം ഒരുപാട് ഓണക്കളി ടീമിനെ, കൈകൊട്ടിക്കളി ടീമിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹവും ഓണക്കളിയുടെ ആശാന ഗുരുവാണ്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ എടുത്തു പറയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ആണ് ഇവിടെ ഇന്ന് ഈ ഓണക്കളിയെ കുറിച്ച്, കൈകൊട്ടിക്കളിയെ കുറിച്ച് വിധി നിർണയിക്കാൻ നിയുക്തരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിങ്ങൾ ഇത്രയും നേരം അക്ഷമരായിട്ട് കാത്തു നിന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ 5 മണിക്കാണ് ഇവിടെ ഓണക്കളി തുടങ്ങുക എന്നുള്ള തീരുമാനം എടുത്തിരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്തായാലും പണ്ട് ഒരു വട്ടക്കളി എന്നുള്ളതിന് പകരം ഇപ്പോ ഓണക്കളിയുടെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളും ഭംഗിയും ഒക്കെ ഇപ്പോഴും വ്യക്തമായി വന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്രത്തോളം ജനങ്ങള് ഓണക്കളിയോട് ഇത്രയും താല്പര്യം കൊടുക്കുന്നതും സ്നേഹത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജഡ്ജസ്, ആ ജഡ്ജസിനെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. അവർക്കൊക്കെ ഒരു ജഡ്ജസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാലോ. TV ഷോയിൽ പോലും നിങ്ങൾക്കറിയാം ജഡ്ജസിനെ വിളിക്കുമ്പോൾ ഒരു കൈയടിയൊക്കെ, അതൊക്കെ അവരോട് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. കൈയടിച്ചോളൂ എന്ന് പറയുമ്പോൾ കൈയടിക്കും, സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് കൊടുക്കും, ക്യാമറ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ് കൊടുക്കും, ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ അതല്ല. നമ്മുടെ ചെറായിക്കാര് അല്ലെ, നമ്മുടെ ഈ പരിസരത്തുള്ള ചെറായിയിലെ നാടൻ രീതിയിലുള്ള ആളുകള് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോ പ്രിയപ്പെട്ട ജഡ്ജസ്, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ കൈകൊട്ടിക്കളി വേദിയിലേക്ക് ജഡ്ജസായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും 3 പേർക്കും, വിഷ്ണുപ്രിയ, ദാസൻ നെടുങ്ങാട്, ഭാഗ്യനാഥ് നെടുങ്ങാട്, പ്രിയപ്പെട്ട ജഡ്ജസിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുക. വളരെ പ്രധാനപ്പെട്ട ജഡ്ജസ് എത്തിക്കഴിഞ്ഞു. അവർക്ക് നിങ്ങൾ നിറഞ്ഞ കൈയടി കൊടുത്തു. ഞാൻ പറയാതെ തന്നെ കലാഭവൻ മണിച്ചേട്ടന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതല്ലാതെ തന്നെ കലാഭവൻ മണിച്ചേട്ടൻ പറഞ്ഞതുപോലെ പട്ടക്കം പൊട്ടറ പോലത്തെ കൈയടിയായിരുന്നു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഇവിടെ നമ്മുടെ സംഘാടകര്
തൃക്കടക്കാപ്പള്ളി ഓണാഘോഷ കമ്മിറ്റിയുടെ സംഘാടകർ ഒരു മര്യാദ കാണിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. എന്താണെന്നറിയോ, ഇവിടുത്തെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണെന്നറിയോ? ഇവിടുത്തെ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നവരാണ് ഇവിടുത്തെ സ്റ്റാറുകളായിട്ട് ഒരു വെച്ചിരിക്കുന്നത്. അവരൊക്കെയാണ് ഇവിടുത്തെ പരിപാടി ഭദ്രദീപം തെളിയിച്ച്, എന്റെ പേരിലുള്ള ദീപമാണ് കേട്ടോ, ആ ദീപം തെളിയിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അവര് അതിഥികളായിട്ട് അവരൊക്കെ തന്നെയാണ്. അപ്പൊ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ഒന്നാം സമ്മാനത്തിന്റെ ട്രോഫിയും ഇതൊക്കെ ചെയ്യുന്ന ഉഷ നാരായണൻ, അതോടൊപ്പം തന്നെ പ്രസാദ് ഖുറാശ്ശേരി, അഞ്ജന മധുസൂദനൻ, അശ്വൻ മധുസൂദനൻ മഠത്തിൽ, അതോടൊപ്പം തന്നെ ആദർശ്, ആകാശ് പൊന്നച്ചു പറമ്പിൽ, ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്ന, അതോടൊപ്പം തന്നെ ബാബു വഞ്ചിപ്പുരക്കൽ, മനോജ്, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെല്ലാവരെയും നിങ്ങളാണ് ഈ പരിപാടി ഞങ്ങൾക്ക് ഇത്രയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ഇവിടെ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളും മറ്റും സ്പോൺസർ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്. തീർച്ചയായും അത്യാധികം സന്തോഷത്തോടെ ആഹ്ലാദമായ മനസ്സോടുകൂടി നിങ്ങളെല്ലാവരെയും ഈ തരുണത്തിൽ ഈ വേദിയിൽ ക്ഷണിക്കുകയാണ്. Udah
കൈലാസമില്ല ഒരു താപത്തിൽ കൊള്ളിയൊലിച്ച് കളിപ്പാട്ട് തയ്യാറാക്കി 50 മിനിറ്റ് ഒക്കെ നിന്ന് കളിക്കും. പക്ഷെ ഒരു പാട്ട് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ 3 മാത്രകളിലൂടെയൊക്കെ ചുവട് വെച്ച് കൈകൊട്ടി മുറുക്കി അവസാനിപ്പിക്കുന്നതാണ് പതിവ്. ഇവിടെ 15 മിനിറ്റാണ് സമയം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 15 മിനിറ്റ് നേരം കളിക്കുമ്പോൾ തന്നെ നമ്മുടെ പല കുട്ടികളും ഈ കഴിഞ്ഞ 2 സ്ഥലത്തും കണ്ടതാണ് സ്റ്റാമിന അങ്ങോട്ട് മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു എന്തായാലും 10-60 അല്ലെങ്കിൽ 57 വയസ്സ് എൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. ഈ വള്ളംകളിയിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും വോളിബോളിലാണെങ്കിലും ഓണക്കളിയിലാണെങ്കിലും ഇപ്പോ ലഹരി മാത്രമാണ്, അതായത് ഉത്തേജകമുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഒരു ടിപ്സ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ജഡ്ജസിനും അറിയാം അതൊരു ലഹരി ഒന്നുമല്ലെന്ന്. ഒരു നല്ല ആപ്പിള് കളിക്കാൻ കയറുന്നതിന് മുമ്പ് ഒരു നല്ല ആപ്പിളിന്റെ കഷ്ണം, ഒരു പകുതി കഷ്ണം അല്ലെങ്കിൽ ഒരു ആപ്പിളിന്റെ കഷ്ണം 2, 3, 4 കഷ്ണങ്ങളാക്കി കഴിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആപ്പിളിന് വേറൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഓറഞ്ച്. നിമിഷ നേരം കൊണ്ട് നമ്മുടെ ശരീരത്തിനെ നല്ല എനർജിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ അതെന്റെ പ്രിയപ്പെട്ട എല്ലാ അനുജത്തിമാരും ഉപയോഗപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക.